ജസ്റ്റ് ഒരു ലൈവ് അപ്ഡേറ്റ് ആണേ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ ലൈവില് നോമിനേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെന ഫാത്തിമ നോമിനേഷൻ കഴിഞ്ഞിപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം റെനയുടെ നോമിനേഷനും അതിൽ പറഞ്ഞ റീസൺസുമാണ്. ഒന്ന്, ആദ്യമായി നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയാണ്. സ്വന്തം ഗ്രൂപ്പിൽ തന്നെ പെടുന്ന ഒരാളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് റെന ഫാത്തിമ താൻ വ്യത്യസ്തയാണെന്ന് തെളിയിക്കുകയാണ്. അതായത് ശരത്തിനെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം ഇന്നലെ മൂപ്പര് വിളിച്ച പച്ചത്തെറിയാണ് കേട്ടോ. ആ കാരണം പറഞ്ഞിട്ടാണ് ഇവിടെ ശരത്തിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആദിലയും നൂറയും വിളിച്ച തെറിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി രണ്ടാമത്തെ നോമിനേഷൻ, ലൈവ് കാണുന്ന പലരും ഒന്ന് ഷോക്കായി കാണും അല്ലേ. നമ്മൾ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം റെനയും മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് എനിക്കതിൽ നിന്ന് തോന്നിയത്. ശൈത്യയുടെ പേരാണ് റെന ഫാത്തിമ പറഞ്ഞത്. ശൈത്യയുടെ പേര് പറയാനുള്ള റീസൺ ആണ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. രണ്ട് വള്ളത്തിലും കാലിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എങ്ങനെയെന്നാൽ ശൈത്യ ചില സമയത്ത് അനുമോളുടെ കൂടെ നിൽക്കും, അവിടെ പോയിട്ട് നമ്മുടെ കുറ്റങ്ങൾ പറയും. ചില സമയത്ത് വന്ന് നമ്മുടെ കൂടെ നിൽക്കും, എന്നിട്ട് അനുമോളുടെ കുറ്റം പറയും. ഇങ്ങനെ രണ്ടിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിന്ന് കളിക്കുകയാണ്. എന്നാൽ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് തോന്നുന്നുമില്ല. നിലവിൽ നോമിനേഷൻ ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടുള്ള പേരുകളിൽ ഏറ്റവും വീക്കായിട്ടുള്ള ആള് ശൈത്യയാണ് എന്നാണ് തനിക്ക് തോന്നുന്നത് എന്നും റെന പറയുന്നുണ്ട്. സംഗതി റെന പറഞ്ഞത് 100% ശരിയാണ്. ശൈത്യ അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. കുമ്പിടിയാണ്, ഡബിള്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.